से मना में नित्यवो में जीवनादरे शुभे स्तुति से मना में नित्यवो में जीवनादरे शुभे इदुबो
ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബ്ലെസ്സിംഗ് ആയി തീരുവാൻ, ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവ് ആദിയുടെ അവസാനം നമ്മുടെ നടുവിൽ പരിവർത്തിക്കുവാൻ നമ്മെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ തോമസ് ചാൻ ബാംഗ്ലൂരിൽ നിന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഈ പ്രഭാതം ഇങ്ങനെ ഒരു മീറ്റിംഗിൽ കൂടുവാനായിട്ട് ഒതവക്കന്തരെ ദീഖാതിരുതിരവക്കന്ത ഭവിഷ്യര ഓരാ എന്റെ കർത്താവാണ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരത്തെ ഒരുക്കി തന്നത്. ഉപക്കന്തരെ ദീഖാതിരുതിരവക്കന്ത ഭവിഷ്യര എന്റെ കർത്താവ് നൽകി തന്ന ഈ അവസരത്തെ ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ ഏറ്റെടുത്ത് ഉപയോഗിപ്പാൻ ഗുണമായിട്ട് അവിടുത്തെ കൃപയാലാണ് കർത്താവെ ഈ പ്രഭാതം സാധിച്ചത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ, ഞങ്ങൾ കടന്നു വന്നവരൊക്കെയും എത്രയും വേഗം കടന്നു വരുവാനും ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് മുഖാന്തരം കർത്താവെ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ പ്രാപിപ്പാനും ഗുണമായിട്ട് എന്റെ ദൈവം ഈ പ്രഭാതം സഹായിപ്പാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഹല്ലേലൂയ സ്വർഗത്തിൽ വസിക്കുന്നതിനാൽ സ്തോത്രം. ശുശ്രൂഷിപ്പാൻ ഗുണമായിട്ട് ദേവദാസിന്റെ നാവിനെ ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ കർത്താവേ ആ പ്രിയപ്പെട്ടവനോട് ഹല്ലേലൂയ നാവിനോടൊപ്പം ഇരുന്ന് കർത്താവേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടുവാന്റെ ഗുണമായിട്ട് ഉള്ള കർത്താവെ ഒരു കൃപ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നൽകി തരുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഇത് അനേകർ കേൾക്കുവാനും കർത്താവെ ഹല്ലേലൂയ അനേകർക്ക് അറിയാൻ വയ്യാത്ത വിഷയങ്ങള് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ പ്രഭാതം പ്രവർത്തിക്കുവാൻ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അടിയനെ ഇതാ പൊടിയോളം താഴ്ത്തി പരിശുദ്ധാത്മാവാൻ ദൈവമേ അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. പിതാവാൻ ദൈവമേ അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. പുത്രനായ ദൈവമേ അവിടുത്തെ കൃപയ്ക്കായി ഹല്ലേലൂയ ഈ പ്രഭാതം സമർപ്പിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അനേകർ ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, രോഗത്താൽ കർത്താവേ ഹല്ലേലൂയ വളരെ അധികമായി പ്രയാസപ്പെടുന്ന എത്രയോ ദൈവമക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഇതിൽ കൂടുന്നവരെ കരങ്ങളിൽ തരുന്നു. എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവെ ഞങ്ങളുടെ അധികാരികളെയും ഹല്ലേലൂയ ഭരണാധികാരികളെയും എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ വെക്കുകയാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ സ്തുതിപ്പാനുള്ള സ്വാതന്ത്ര്യം ഹല്ലേലൂയ ഞങ്ങൾക്ക് ലഭിച്ച് അങ്ങേ സ്തുതിച്ചു അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അതിന് ഏത് കർത്താവ് നേരിടേണ്ടി വന്നാലും ഈ ശരീരത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ നാമം സകലത്തിലും മഹത്വം എടുക്കണം. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ പ്രിയപ്പെട്ട ദേവദാസന്റെ നാവോടുകൂടി ഇന്ന് ദൈവം കൂടെ ഇരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ തിരുസന്നിധിയിൽ കർത്താവെ ഹല്ലേലൂയ കർത്താവിന്റെ നാമമഹത്വത്തിനായി ഹല്ലേലൂയ ചെലവഴിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ മാനവും എല്ലാ മഹത്വവും എന്റെ കർത്താവിന് പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്ന അതാ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല മാനവും സകല മഹത്വവും എന്റെ കർത്താവിന് മാത്രം. ദൈവത്തിന് സ്തോത്രം. തിരുനാമ മഹത്വത്തിനായിട്ട് എല്ലാ വിഷയങ്ങളെയും ക്രമീകരിച്ച് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു പാട്ടിന്റെ 1-2 ഈരടിയുള്ള പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയാശനെ ക്ഷണിക്കും. Have thine own way, Lord. Have thine own way. Thou art the potter, I am the clay.
Mold me and make me after thy will, while I am waiting, yielded and still. Have thine own way, Lord, have thine own way. Search me and try me, Master, today. Whiter than snow, Lord, wash me just now, as in thy presence humbly I bow. Have thine own way, Lord, have thine own way. Hold over me, absolute strength. Fill with thy spirit, till all can see Christ only living in me. Have thine own way, Lord, have thine own way. Thou art the potter, I am the clay. Mold me and make me after thy will, while I am waiting, yielded and still. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ആൻസ്റ്റിനും ആക്സും ഒക്കെ വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ നമുക്ക് പ്രയോജനമായി തീരും. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാർ, ദൈവമക്കൾ മുടങ്ങാതെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി പറയുന്നു, വന്ദനം പറയുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ സ്ഥലത്തില്ലാഞ്ഞതുകൊണ്ട് ക്ലാസ് നടക്കുവാൻ കഴിഞ്ഞില്ല. ഈ രാവിലെ സമയം ദൈവം തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇനിയും ചിലരൊക്കെ ജോയിൻ ചെയ്യാനുണ്ട്. അവരുടെ സമയം അനുസരിച്ച് ജോയിൻ ചെയ്യട്ടെ. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്ന വിഷയം മരണത്തെ കുറിച്ചാണ്. പലർക്കും ഇഷ്ടമില്ലാത്തതും പലരെയും പേടിപ്പെടുത്തുന്നതുമായ ഒരു വിഷയമാണ് മരണമെന്നുള്ള വാക്ക്. ജനനമുണ്ടെങ്കിൽ മരണമുണ്ടല്ലോ, നമുക്കാർക്കും അതിനെ തടയുവാൻ കഴിയില്ല. ജനനം നൽകുന്നത് ദൈവമാണ്, മനുഷ്യന്റെ ജീവനെ തിരിച്ചെടുക്കുന്നതും ദൈവമാണ്. ചില വാക്യങ്ങൾ ഇന്ന് വായിച്ച് സഹായിക്കണം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കണം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. വളരെ പ്രത്യാശയോടും ഉറപ്പോടും ഇയ്യോബ് പറയുന്ന കാര്യമാണ്, യഹോവ തന്നു. അത് ഇയ്യോബിന്റെ മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, മരിച്ചു പോയപ്പോൾ താൻ പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു. നേരം തന്നതിലും ദൈവം എടുത്തതിലും ഇടയ്ക്കൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ലൈഫ്?
പരിമിതമായ ഒരു കാലഘട്ടത്തേക്ക് ദൈവത്തിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ഒന്നാണ് ജീവിതം. പരിമിതമായ കാലം. ലൈഫ് എന്ന് പറയുന്നത് ഒരു ദാനമാണ്. ലൈഫ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ആ ജീവിതം ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തന്നിട്ടുള്ള ആയുസ് അത് എത്രയെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ ആയുസ് എത്രയെന്ന് എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു ജീസസ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ജീവനെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? എല്ലാരും ഇതിനകത്ത് ജീവനുള്ളവരല്ലേ ഇരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കിയാൽ നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കാണാമായിരുന്നു. സ്തോത്രം. അത് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കൊക്കെ ജീവനുണ്ട്. ആമേൻ. ജീവനെ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഓട്ടെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല. ജീവനെ തൊട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ജീവന് വില പറയാൻ കഴിയൂ? വില കൊടുത്ത് ജീവൻ സംരക്ഷിക്കാനാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ പലരും മരിക്കുകയല്ല. അന്നേരം നമ്മുടെ ജീവനെ നമുക്ക് കാണാൻ കഴിയത്തില്ല, ജീവനെ നമുക്ക് സ്പർശിക്കാൻ കഴിയത്തില്ല, ജീവന് നമുക്ക് വില കൊടുക്കാനും കഴിയുകയില്ല. കർത്താവ് ഒരിക്കൽ ബഥാനിയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അന്നേരം ജീവന്റെ ഉറവിടം ആരാ? ക്രിസ്തു. Who is the source of our life? നമ്മൾ പാടുമല്ലോ, ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. ജീവന്റെ ഉറവിടം ക്രിസ്തു. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ദൈവമാണ് നമുക്ക് ജീവൻ തന്നത്. ഈ ഭൂമിയുടെ മുഖത്ത് ചുരുക്കം കാലം മാത്രമാണെങ്കിലും നമുക്ക് ആയുസ് തരുന്നത് ദൈവമാണ്. ഇനി മറ്റൊരു മർമ്മം കൂടെ ഞാൻ പറയാം. നിങ്ങൾ പ്രവർത്തികളുടെ പുസ്തകം ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 17 വേഴ്സ് 28 ഒന്ന് വായിച്ചേ. അപ്പോസ്റ്റൽ പ്രവൃത്തി 17:28. അപ്പോസ്റ്റൽ പ്രവൃത്തി 17:28. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മതി നോക്കിക്കേ. ഇൻ ഹിം വി live and move. യേശുക്രിസ്തുവിൽ അല്ലയോ നാം ജീവിക്കുകയും ചലിക്കുകയും ചെയ്യുന്നത്. അന്നേരം നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ കടാക്ഷത്തിലാണ്. നമ്മൾ മൂവ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ കടാക്ഷത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. Where do you get the life? നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയ? ക്രിസ്തുവിൽ നിന്ന്. എല്ലാവരും എവിടുന്നാ ജീവൻ കിട്ടിയത്? ക്രിസ്തുവിൽ നിന്ന്.
ഒരിക്കൽ ഒരാൾ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയിൽ നിന്നാ ജീവൻ കിട്ടിയത്. അന്നേരം അപ്പനും അമ്മയോടും ചോദിച്ചപ്പോ അപ്പനും അമ്മയും പറഞ്ഞു, ഞങ്ങളുടെ അപ്പനും അമ്മയിൽ നിന്നാ കിട്ടിയെന്ന് പറഞ്ഞു. അവസാനം എവിടം വരെ പോയെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 2:7 വരെ പോയി. ഒന്ന് വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. രാമൻ പറഞ്ഞ എല്ലാരും, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അന്നേരം നമുക്ക് ജീവൻ തന്നത് നമ്മുടെ അപ്പനും അമ്മയല്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ജീവൻ തന്നത് അവരുടെ അപ്പനും അമ്മയല്ല, യഹോവയായ ദൈവമാണ് ജീവൻ നൽകിയത്. പ്രൈസ് ദി ലോർഡ്. നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, യഹോവയായ ദൈവത്തിന്റെ ശ്വാസം അവനിൽ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസവുമായി സഞ്ചരിപ്പാൻ ഒരു ഭാഗ്യം ദൈവം തന്നോർത്ത് സ്തോത്രം ചെയ്താട്ടെ. അതറിയാതെയാണ് പലരും ജീവിക്കുന്നത്. മനസ്സിലായോ? ദൈവം തന്ന ദാനമായ ജീവനും കൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ ചിലര് പറയും ദൈവം ഇല്ലെന്ന് പറഞ്ഞു നടക്കും. ദൈവം ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ദൈവം കൊടുത്ത ജീവനുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നോക്കണേ, നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ജീസസ് ഇലക്ട്രിസിറ്റി ഉണ്ട്. അന്നേരം ആ ഇലക്ട്രിസിറ്റി എവിടുന്നാ കിട്ടുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ട്രാൻസ്ഫോമർ വെച്ചിരിക്കും ഓരോ ഏരിയയായി. അവിടോട്ട് എങ്ങനെ കറണ്ട് വരുന്നതെന്ന് നോക്കുമ്പോൾ അങ്ങ് പോവും, ഇടുക്കിയിലോട്ടും ഒക്കെ അങ്ങ് പോവും. എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ തലമുറയിൽ വ്യാപരിക്കുന്ന ജീവൻ അതിന്റെ ഉറവിടം കണ്ടുപിടിക്കുമ്പോൾ സ്തോത്രം ഏതനിൽ വരെ പോകേണ്ടി വരും. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. 1 യോഹന്നാൻ 5-ാം അധ്യായം 20 വായിച്ചേ. 1 യോഹന്നാൻ 5:20. വാക്യങ്ങൾ വായിച്ചൊന്ന് സഹായിച്ചോണേ. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയിൽ ഒന്നാണ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്, നിത്യജീവൻ. ആ നിത്യജീവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. സ്തോത്രം. യോഹന്നാൻ 3:16 നമുക്ക് മനപ്പാഠമാണ്. എന്താ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന്. സ്തോത്രം. സകല ജീവജാലങ്ങളുടെയും ജീവന് പരിമിതിയുണ്ട്. എന്നാൽ സാധാരണ ജീവൻ അപ്പുറത്തൊരു ജീവനുണ്ട്. അത് നിത്യജീവനാണ്. സ്തോത്രം.
നോക്കണം, ദൈവത്തിന്റെ പ്രകൃതി തന്നെ ജീവനാണ്. ജീസസ്, ദൈവത്തിന്റെ പ്രകൃതി തന്നെ എന്താ? ജീവനാ. ഈ ലോകത്തിൽ ജീവനുള്ള ദൈവമുണ്ട്, ജീവനില്ലാത്ത ദൈവമുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ജീവനുള്ള ദൈവത്തെ സേവിപ്പാനുള്ള ഭാഗ്യം ദൈവം തന്ന ഓർത്ത് സ്തോത്രം ചെയ്താണ്. സ്തോത്രം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവചന വെളിച്ചത്തിൽ 3 നിലയിലുള്ള ജീവനുണ്ട്. There are 3 types of. ഒന്ന് ഫിസിക്കൽ, ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായ ജീവൻ. സെക്കൻഡ് വൺ സ്പിരിച്വൽ, ആത്മീയമായ ജീവൻ. തേർഡ് വൺ എറ്റേണൽ, നിത്യമായ ജീവൻ. എത്ര തരത്തിലുള്ള ജീവനുണ്ട്? മരണം 3 വിധത്തിലുള്ളതുപോലെ ജീവനും 3 വിധത്തിലുണ്ട്. ശാരീരിക ജീവൻ, ആത്മീയ ജീവൻ, നിത്യജീവൻ. ഒന്ന് പറഞ്ഞേ, എത്ര തരത്തിലുള്ള ജീവനുണ്ട്? 3 തരത്തിൽ. അന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഫിസിക്കൽ ലൈഫ്, സ്പിരിച്വൽ ലൈഫ്, എറ്റേണൽ ലൈഫ്. ആമേൻ. ഈ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്, ശാരീരിക ജീവൻ എന്ന് പറയുന്നത് സൃഷ്ടി സമയത്ത് ദൈവം മനുഷ്യന് കൊടുക്കുന്ന ജീവനാണ്. ഒരാൾ ഉരുവാകുമ്പോൾ, ഒരാൾ ജനിക്കുമ്പോൾ, ആ സ്റ്റാർട്ടിങ് ടൈമിൽ ദൈവം കൊടുക്കുന്നതാണ്. എന്നാൽ ആത്മീയ ജീവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസിക്ക് ലഭിക്കുന്ന ജീവനാണ്. അതാ യേശു നിക്കോദെമോസിനോട് പറഞ്ഞത്, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. മനസ്സിലായി? എഫീസി ലേഖനം 2:1 വായിച്ചേ. എഫീസി ലേഖനം 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നേരെ നോക്കണം, ഒരു ഉയർപ്പ് നടന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന സ്ഥാനത്ത് നിന്ന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചപ്പോൾ ഒരു സ്പിരിച്വൽ റിസറക്ഷൻ ഉണ്ടായി, ഒരു ആത്മീയ പുനരുത്ഥാനം ഉണ്ടായി. സ്തോത്രം. നമ്മുടെ പേര് എന്താണെന്നറിയാമോ? ആത്മീയരെന്ന. സ്തോത്രം. Why we are called spiritual people? നമ്മൾ ആത്മീയ മക്കളെന്ന് വിളിക്കപ്പെടാൻ കാരണം എന്നാ? നമുക്ക് നിത്യജീവൻ കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, നിത്യജീവനെ മുറുകെ പിടിച്ചോണം. ഇത് ചുമ്മാതെ കിട്ടുന്ന പരിപാടിയല്ല. ദൈവത്തിന് സ്തോത്രം. നോക്കണേ, നിത്യജീവൻ എന്ന് പറയുന്നത്, ഒന്ന് ശാരീരിക ജീവൻ സൃഷ്ടി സമയത്ത് മനുഷ്യൻ ലഭിക്കുന്നു. ആത്മീയ ജീവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസിക്ക് ലഭിക്കുന്ന ജീവനാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവ ഗുണവും ദൈവത്തിന്റെ പ്രകൃതിയുമാണ്. നമ്മള് ദൈവത്തെ പോലാകുന്ന ഒരു സമയം.
ദൈവത്തോടുകൂടി യുഗായുഗമായി വസിക്കുന്ന ഒരു കാലം. പ്രൈസ് ഗോഡ്. ഇനിയും കുറച്ച് മാർമീയമായ കാര്യങ്ങളോട് നമുക്ക് ചിന്തിച്ചു വരാം. മനുഷ്യന്റെ സൃഷ്ടി മുതൽ ഇന്ന് വരെ നമ്മൾ പരിശോധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിക്കണ്ട, നിങ്ങൾ സമയം പോലൊക്കെ നോക്കിയാൽ മതി. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് ശരാശരി 800-ന് മുകളിലായിരുന്നു. പുരാതന കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ആയുസ് 800-ന് മുകളിലായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ച മനുഷ്യൻ ആരാ? മെതുശലേം. ഗുഡ്. ദൈവം നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച ആദാമിന്റെ ആയുസ് എത്ര ആയിരുന്നു? 930. 930. ഗുഡ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ആയുസ് നേരെ പകുതിയായി പോയി. ഏതാണ്ട് 400ഓടൊക്കെ അടുത്തു. മോശയുടെ കാലമൊക്കെ ആയപ്പോൾ, മോശ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചേ? 120. ആ, സ്തോത്രം. സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. 120. 800 അവിടെ കിടക്കുന്നു, 400 അവിടെ കിടക്കുന്നു, 120 എവിടെ കിടക്കുന്നു? 90-ാം സങ്കീർത്തനം 10-ാം വാക്യം എന്താ പറയുന്നത് നോക്കിക്കേ. 90-ാം സങ്കീർത്തനം 10-ാം വാക്യം. ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും. 70 ഏറെയായാൽ 80 മാത്രം, നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. 90-ാം സങ്കീർത്തനത്തിൽ 90-ാം സങ്കീർത്തനം ആരാ എഴുതിയത്? ഹെഡിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ വേഗത്തില്. മോശ. മോശ പറയുക 70 ഏറെയായാൽ 80, അത് നീളുമായുസ് അത് നിനച്ചാൽ കഷ്ടത മാത്രം. എത്ര ആരോഗ്യത്തോട് നടന്ന നമ്മളൊക്കെ പതുക്കെ ഓർമ്മക്കുറവ് തുടങ്ങി. പലരുടെയും സഹായമില്ലാതെ ചിലയിടങ്ങളിൽ ചില സ്റ്റെപ്പുകൾ കയറാനൊക്കാതായി. എല്ലാവരുടെയും കാര്യമല്ല. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരികയാണ്. ഇന്ന് മനുഷ്യന്റെ ശരാശരി ആയുഷ് വളരെ കുറവാണ്. മനസ്സിലായോ? 89-ാം സങ്കീർത്തനം 47-ാം വാക്യം ഒന്ന് വായിച്ചേ. 89-ാം സങ്കീർത്തനം 47-ാം വാക്യം. എന്റെ ആയുസ് എത്ര ചുരുക്കം എന്ന് ഓർക്കണമേ. നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര വലിയ വീട്ടിൽ താമസിച്ചാലും, എത്ര വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിച്ചാലും, എല്ലാ സമ്പത്തും നമുക്ക് ഉണ്ടെന്ന് ചിന്തിച്ചാലും നമ്മുടെ ആയുസ് ചുരുക്കമാണെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വേണം. പണ്ട് മരിക്കാൻ ഇഷ്ടമില്ലാത്ത, സ്വത്തിനോട് ഒത്തിരി ആർത്തിയുള്ള ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തന്റെ 4 മക്കളെ അടുത്ത് വിളിച്ച് വസ്തുവൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ഏറ്റവും അടിയിൽ ഒരു ക്ലോസ് വെച്ചു. ജോൺസൺ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ ഒരു ക്ലോസ് വെച്ചു. ഇവരുടെ കാലശേഷം
ഈ പ്രോപ്പർട്ടി എന്റേതായിരിക്കും. ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 14-1. ഇയ്യോബിന്റെ പുസ്തകം. പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ, നമ്മളെയൊക്കെ നമ്മുടെ മാതാവാണ് പ്രസവിച്ചത്. എങ്ങനുണ്ട്? അവൻ അല്പായുസുള്ളവനാണ്, അല്പവായുസ്. യാക്കോബ് പറയുന്നത് മാഞ്ഞു പോകുന്ന ആവിക്ക് തുല്യമാണ് മനുഷ്യന്റെ ജീവിതം. ഇയ്യോബിന്റെ 7-ാം അധ്യായം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഇയ്യോബ് 7:1. മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? ഇയ്യോബ് 7:1 ജീവകാലം ഒന്ന് വായിച്ച് ഫെയ്ത്ത് പാസ്റ്റർ, ഉറക്കെ വായില്ലേ. മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ. സ്തോത്രം. ഞാൻ ഈ പറയുന്ന കാര്യം ഇനി അടുത്ത് ശ്രദ്ധിക്കണം. നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആയുസ് എത്ര വേണമെന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ്. 2, നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. ചിലർക്ക് 5 വയസ്സ് ദൈവം കൊടുക്കും, ചിലർക്ക് 10 വയസ്സ് കൊടുക്കും, ചിലർക്ക് 50 വയസ്സ് കൊടുക്കും, ചിലർക്ക് 70 വയസ്സ് കൊടുക്കും, ചിലർക്ക് 100 വയസ്സ് കൊടുക്കും. ദൈവത്തിന്റെ ഇഷ്ടത്തിലും ദൈവത്തിന്റെ പരമാധികാരത്തിലും പെട്ടതാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. എന്തായാലും ദൈവത്തിന്റെ തിരിഹിതത്തിൽപ്പെട്ടതാണ് നമ്മുടെ ആയുസ്. കരപൂർത്തി സ്തോത്രം ചെയ്താട്ടെ. ജീസസ്. ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കലേ ഒരു ജ്ഞാനി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പേ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പേ ഒരുങ്ങിയിരിക്കണം. ഉടനെ ശിഷ്യന്മാരെല്ലാം കൂടെ ഈ ജ്ഞാനിയോട് പറഞ്ഞു, അതെന്താ ഗുരു അങ്ങനെ പറയുന്നേ? എന്നാ മരിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ഒരുങ്ങുന്നത്? മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പേ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ആരായപ്പോൾ എങ്ങനെ മരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഉടനെ ആ ഞാനിങ്ങനെ പറഞ്ഞു, ഓ അങ്ങനാണല്ലേ, അങ്ങനാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഒരുങ്ങിക്കോ. മനസ്സിലായോ? ഒരു പരമാർത്ഥതയോടെ ഞാൻ പറയാം, ഓരോ ദിവസം നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ദിവസവും പുലരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇത് സത്യം തന്നെയാണ്. മനസ്സിലായോ? ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോട് നമ്മൾ അടുക്കുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുക്കുകയാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഏത് സമയത്തും സംഭവിക്കാമെന്നുള്ളത് നഗ്നമായ സത്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവ് വന്നാൽ
ഞാൻ എൻ്റെ യേശുവിന്റെ കൂടെ ഉണ്ട് എന്നുറപ്പുള്ളവർ കരമുയർത്തുകയും. പൗലോസ് പറഞ്ഞ പോലെ പറയാൻ പറ്റുന്നില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമെന്ന് പറയാൻ എത്ര പേരുണ്ട്? Glory to God, Jesus. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് താരതമ്യം ചെയ്താൽ ജീവിതം ഒരു യാത്രയാണ്. ഞാൻ മറ്റു ടോപ്പിക്കൊക്കെ വളരെ വേഗത്തിലെടുത്തെങ്കിലും എനിക്ക് തോന്നി ഈ മരണം എന്നുള്ള സബ്ജക്റ്റ് ഇച്ചിരി ആഴമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പല മേഖലകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 47:9. യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരം ആയിരിക്കുന്നു. മതി. എന്റെ ആയുഷ്കാലം. സ്തോത്രം. എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം. പഴയ നിയമ ഭക്തന്മാർക്കൊക്കെ അവരുടെ ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പരദേശ പ്രയാണം, ജീവിതം ഒരു യാത്രയാണ്, മനസ്സിലായി, ഒരു ജേർണിയാണ്. നിത്യതയോടടുക്കാൻ ചിലർക്ക് 10 വർഷം യാത്ര ചെയ്താൽ മതി, ചിലർക്ക് ചിലപ്പോൾ 20 വർഷം യാത്ര ചെയ്യണം, ചിലർക്ക് 50 വർഷം യാത്ര ചെയ്യണം, ചിലർക്ക് 100 വർഷം യാത്ര ചെയ്യണം. 73-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജീവിതമെന്ന് പറയുന്നത് സ്വപ്നതുല്യമാണെന്നാണ് അവിടെ ആസാപ്പ് പറയുന്നത്. സ്വപ്നമാണ്. നിങ്ങൾ പുറകോട്ടൊന്ന് നോക്കിക്കേ. നിങ്ങൾ ജനിച്ചതിൽ പിന്നെ അറിവായത് മുതൽ എന്തുമാത്രം സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലേ? ഒരു വർഷം നിങ്ങൾ എത്ര സ്വപ്നം കാണും? നിങ്ങൾ ആയുഷൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് പറയാം, എന്തുമാത്രം 100 കണക്കിന് സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ എത്ര എണ്ണം ഓർക്കുന്നുണ്ട്? മനുഷ്യന്റെ ജീവിതവും സ്വപ്നതുല്യമാണ്. എന്ന് പറഞ്ഞാൽ സ്വപ്നം ഒന്നും ഒത്തിരി നേരം നീണ്ടു നിൽക്കുകയില്ല. ജീവിതം എന്ന് പറയുന്നത് ഹ്രസ്വമാണ്. മാഞ്ഞു പോകുന്ന നിഴലിന് തുല്യമാണ്. നമ്മളെയൊക്കെ ഒത്തിരി അടുത്ത് സ്നേഹിച്ച പലരും നമ്മെ വിട്ടുപോയിട്ടുണ്ട്. അപ്പന്, അമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ഓർമ്മകൾ നശിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിലായിരിക്കും ചിലത് ഓർക്കുന്നത്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എക്ലീസിയാസ്റ്റസ് സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം കൂടെ വായിക്കാം. സഭാപ്രസംഗി 6:12. ആർക്കും വായിക്കാം കേട്ടോ. ഒരാൾ വായിച്ചതുകൊണ്ട് പിന്നെ അദ്ദേഹം തന്നെ വായിക്കണമെന്നില്ല. ബൈബിൾ ഉള്ളവരൊക്കെ എടുത്ത് വായിക്കാം. സഭാപ്രസംഗി 6:12. മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചു കൂട്ടുന്ന
വ്യർത്ഥമായുള്ള ആയുഷ്കാലത്തൊക്കെ അവൻ എന്താവുന്നു നല്ലതെന്ന് ആർക്കറിയാം. എന്താണ് അവന്റെ ഇവിടെ ശേഷം പറയുന്നത്? സൂര്യനിലെ മതി. ജീവിതം നിഴലിന് സമാനമാണെന്നാണ് ശലോമോൻ പറയുന്നത്. നിഴല്. ഇപ്പം എനിക്ക് എന്തെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? അത് ഫെയ്ത്ത് പാസ്റ്റർ നിഴലാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ബാങ്കിലെ തോമസ് ചാൻ നിഴലാണെന്ന് പറയാൻ പറ്റുമോ? നിഴല് കണ്ട ഒരാളെ തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? ഒന്ന് കരവരുത്തിക്ക്. നിഴല് കണ്ടിട്ട് അത് ഇന്നാരുടെ ആണെന്ന് ധൈര്യത്തോട് പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്? നമുക്ക് കാരണം നിഴലിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. അത് സൂര്യപ്രകാശത്തിന്റെ ചിലപ്പം ഭയങ്കര നീളമായിരിക്കും നിഴലിന്, ചിലപ്പം ചിലടത്ത് ഭയങ്കര വണ്ണക്കൂടുതലായിരിക്കും. ഏത് സമയത്തും അതിന്റെ രൂപവും ആകൃതിയും പ്രകൃതിയും എല്ലാം മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിഴലിനെ? അല്ല, ഇന്ന് എങ്ങനെയും ഒന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ നിഴലിനെ ഒന്ന് എന്ത് ചെയ്യണം? വീടിന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഷെയ്ഡ് വഴിയൊക്കെ ഒന്ന് പോയാൽ കാണാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് നിഴല്. ഞങ്ങളുടെ സെമിനാരിയുടെ അക്കാഡമിക് ഡീൻ ഡോക്ടർ ജോസഫ് മാത്യു സാറ് കെനയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞാന് ജൂൺ മാസം, അതായത് കഴിഞ്ഞ മാസം UAE വരുന്നുണ്ട്, എനിക്ക് ചില ശുശ്രൂഷകളുണ്ട്, അന്നേരം പാസ്റ്ററെ കൂടെ ഞാൻ കാണും എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ജൂൺ മാസം 3-ാം തീയതി കെനിയിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. 53 വയസ്സുള്ള ദൈവാസൻ. എനിക്ക് ആ വാക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു? കഴിഞ്ഞില്ല. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കേവലം നിഴലിന് തുല്യം, സ്വപ്നത്തിന് തുല്യം. യാക്കോബ് എന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യാക്കോബ് 4:14 വായിച്ചേ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ? ആമേൻ. മനുഷ്യന്റെ ജീവനെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇത് വേപ്പർ, നീരാവിയാണ്. വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും. വെള്ളം തിളപ്പിക്കുമ്പോഴാണ് ചൂടിന്റെ ഇതിനനുസരിച്ച് നീരാവി ഉണ്ടാകുന്നത്. വെള്ളത്തിൽ നിന്നാണ് നീരാവി വരുന്നത്. നീരാവി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നീരാവിയാ കുടിക്കുന്നതെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്? ഇല്ല. അതൊക്കെ മാഞ്ഞു പോകാം, മാറിപ്പോകാം. മനസ്സിലായോ? നമ്മുടെ ജീവിതം ഒരു കഥയ്ക്ക് തുല്യമാണ്, ഒരു സ്റ്റോറിയാ. ഇന്നിടത്ത് ഇന്നാടെ മകനായി ജനിച്ചു, ഇന്ന സമയത്ത് ഇത്രാം തീയതി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതിനിടയ്ക്ക് ഒരു സ്റ്റോറിയാണ്. 90-ാം സങ്കീർത്തനം 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 90-ാം സങ്കീർത്തനം 9-ാം വാക്യം. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ആമേൻ. ഒരു ഭയങ്കര സ്റ്റോറിയായി. ഞങ്ങളുടെ സംവത്സരങ്ങൾ, ദൈവത്തിന്റെ ക്രോധം ഉണ്ടായിരുന്നു സംവത്സരത്തിൽ, നെടുവീർപ്പായിരുന്നു. പുറകോട്ട് നോക്കുമ്പോൾ ഒരു ഡയറി മൊത്തം എഴുതാനുള്ളതുണ്ട്. സ്തോത്രം. 2 ശമൂവേൽ 14:14 വായിക്കും, നിലത്ത് ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലാണ് മനുഷ്യന്റെ ജീവിതം.
നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിലത്തൊഴിച്ചിട്ട് ആ വെള്ളം തിരിച്ച് അതുപോലെ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റുമോ? വെള്ളം നിലത്തൊഴിച്ച് കളഞ്ഞാൽ വീണ്ടും അതിനെ കൂട്ടിയെടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. എന്തെങ്കിലും ഒന്ന് തീരുമാനത്തിലെത്തണം നമുക്ക്. ആ, അതാണ് ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൂമിയിൽ അവനെ കൊണ്ടുവന്ന് എന്തെങ്കിലും സാധിപ്പിക്കാൻ നടക്കുകയില്ല. മരിച്ചുപോയവരോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അവരറിയുന്നില്ല. മരിച്ചുപോയ ആരോടും പ്രാർത്ഥിച്ചിട്ടൊന്നും നേടാൻ കഴിയത്തില്ല. ജീസസ്. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് 2 വാക്യം വായിക്കണം. 14-ാം അധ്യായം 1-2 വാക്യം. യോബ് 14-1-2. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. ആമേൻ. മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്ന ഒരു പൂ പോലെന്ന. നമുക്കറിയാം, ഈ കർഷകരൊക്കെ പല കൃഷികളും ചെയ്യും. അന്നേരം ആ കർഷകന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതിനൊരു ഫലം കിട്ടണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ എവിടെ നിന്നെങ്കിലും ഒരു ചെടി ആയിക്കോളൂ, ഒരു റോസ് കമ്പ് കൊണ്ട് കുഴിച്ചു വെച്ചു. എല്ലാ ദിവസവും രാവിലെ ഒരു നല്ല കർഷകനാണെങ്കിൽ ആ കുഴിച്ചു വെച്ച ആ റോസക്കമ്പ് ആദ്യം അതേ പൂവാണോ ഉണ്ടാകുന്നേ? എന്താ ആദ്യം ഉണ്ടാകുന്ന സംഭവം? എന്തുവാ? മുട്ട്. ആദ്യം മുട്ടാണോ ഉണ്ടാകുന്നേ? ചിലർ പറഞ്ഞു പൂവാന്ന് പറഞ്ഞു, ചിലവർ മുട്ടാന്ന് പറഞ്ഞു, പിന്നെ ചിലർ പറഞ്ഞു ഇലയാന്ന് പറഞ്ഞു. എന്നിട്ട് തീരുമാനത്തിൽ വരണം നമുക്ക്. പിന്നെ അത് പോട്ടെ, അത് ഭൂമിക്ക് അടിയുള്ള കാര്യം. അതിപ്പോ മാന്തി നോക്കുന്നില്ല. മാന്തി നോക്കിയാൽ പിന്നെ അത് കിളിക്കുകയില്ല. നമ്മൾ നോക്കുന്നത് ഇതിന് നാമ്പെടുക്കുന്നുണ്ടോന്ന് ആദ്യം നോക്കുന്നത്. മനസ്സിലായോ? ഈ റോസക്കമ്പിൽ വല്ല നാമ്പുണ്ടോ, അത് കിളിർക്കുന്നുണ്ടോന്നല്ലേ നോക്കുന്നേ? ജിജോ പാസ്റ്റർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതല്ല, അതിന്റെ അവര് പൂവുണ്ടായെന്ന് നോക്കുന്ന ആരെല്ലാം ഉണ്ടോ? ശരിയാണ്. ആ, അതെ പറഞ്ഞ എനിക്കറിയാം. പാസ്റ്ററിന്റെ കൂടെ നിൽക്കുക എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. എന്തായാലും നാമ്പെടുക്കും. നാമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നേ? ആ, ആഷിലിനെ സ്തോത്രം. ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊക്കെ പറഞ്ഞോണം കേട്ടോ. ആദ്യം നാമ്പ് വരും. ഇപ്പൊ ഈ കൃഷി പാഠം എന്ന് പറഞ്ഞൊക്കെ റേഡിയോയിലൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പൊ അത് അങ്ങനെ പോവല്ല ഇത്. എന്നാലും പഠിച്ചു. സ്തോത്രം. ആദ്യം നാമ്പ് വരും, പിന്നെ ഇല വരും, പിന്നെ വരുന്ന എന്തുവാ? ഇല വന്നു കഴിഞ്ഞാ മിണ്ടുന്നില്ല. മൊട്ട്. ആരാ പറഞ്ഞത്? മൊട്ടെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് അവരത് കാണണം, അതുകൊണ്ടാ. ആരാ? മിണ്ടുന്നില്ലല്ലോ. മുട്ട് വരും, പിന്നാണെന്ത് വരുന്നത്? പൂ വരുന്നത് അല്ലേ? ഇനി നിങ്ങൾ നോക്കണം, നാമ്പെടുക്കാൻ വളരെ ദിവസങ്ങൾ വന്നു. ഇല ആ നിലയിൽ ഉണ്ടായി വരാൻ വളരെ സമയമെടുത്തു. മൊട്ടയേറിയ ദിവസങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ അതിന്റെ പരുവത്തിൽ ഇങ്ങനെ വിരിയാൻ വേണ്ടി ദിവസങ്ങളോളം കാത്തു നിന്നു. ഈ സംഭവം ഒരു ദിവസം അങ്ങ് വിരിഞ്ഞു.
ഇത് വിരിഞ്ഞു കഴിഞ്ഞപ്പോ എത്ര ദിവസം നിന്നു? പറ. ഒരു പുഷ്പം വിരിഞ്ഞാൽ എത്ര ദിവസം നിൽക്കുമെന്നാണ് ഞാൻ ചോദിച്ചേ. അധിക ദിവസം ഉണ്ടാവത്തില്ല സാറേ. ആമേൻ. ഇതാണ് മനുഷ്യന്റെ ജീവിതം. മനസ്സിലായോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ പുഷ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, ആ പുഷ്പം. പക്ഷെ അതിന് അധിക നാൾ ആയുസ് ഈ ഭൂമിയിലില്ല. മനസ്സിലായോ? ജീസസ്. പിന്നെ വേഗത്തിൽ അത് വാടിപ്പോകുന്നു. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ പൂവെന്ന പോലിതു പോകുന്നതുലകിൽ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? സ്തോത്രം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നീണ്ട നിത്യതയ്ക്കായി ഒരുങ്ങേണ്ടതിന് നൽകപ്പെട്ട നൈമിഷികമായ വേളയാണ് ജീവിതം. കോടാകോടി യുഗങ്ങൾ ദൈവത്തോടൊത്ത് വസിക്കുവാൻ, ഈ ഭൂമിയിൽ വെച്ച് ഒരുങ്ങുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചുരുക്കം സമയമാണ് ജീവിതമെന്ന് പറയുന്നത്. ചുരുക്കവും മാഞ്ഞു പോകുന്നതുമായ ഈ സമയത്തിനുള്ളിൽ എല്ലാവരും ഒരു ഉത്തരം കണ്ടുപിടിച്ചേ മതിയാകുകയുള്ളൂ. Where will you spend your eternity? നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചെലവഴിക്കും? എവിടെ ചെലവഴിക്കും? രണ്ട് വലിയ നിത്യതയുണ്ട്. There are two eternities. രണ്ട് വലിയ നിത്യതയുണ്ട്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ വസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. അതിനാണ് നാം ഒരുങ്ങേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ വസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അന്തമില്ലാത്ത അവസാനമില്ലാത്ത എവർലാസ്റ്റിംഗ് ആ നിത്യതയ്ക്കാണ് നാം ഒരുങ്ങേണ്ടത്. മറ്റൊരു നിത്യതയുണ്ട്. പിശാചിനോടുകൂടെ നിത്യനരകത്തിൽ കഴിയുന്ന ഭയാനകമായ അനുഭവം. അത് നാം ആരും ഇഷ്ടപ്പെടുന്നില്ല. നമുക്കത് കേൾക്കാനും മനസ്സില്ല. പിശാച് എന്ന വാക്ക് തന്നെ നമ്മൾ വെറുക്കുന്നു. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച്
സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവൻ നമ്മെ ആക്കി വെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇനി നാം പിശാചിനിടം കൊടുക്കുന്നവരല്ല. പിശാചുമായി നമുക്ക് യാതൊരു ബന്ധമില്ല. വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് സൈറ്റൻ. സാധാരണമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ജീസസ്. അങ്ങനാണെങ്കിൽ എന്തിനാണ് നമുക്ക് ഈ ആയുഷ് ദൈവം തന്നത്? ഞാനൊരു ക്യാപ്സൂളായിട്ട് അത് പറയട്ടെ. ആത്മാവിന്റെ നിത്യത തിരഞ്ഞെടുക്കാനാണ് ഈ ജീവിതം ദൈവം നമുക്ക് തന്നത്. ആമേൻ പറഞ്ഞാട്ട് എല്ലാവരും ആമേൻ പറയണം. ജീസസ്, താങ്ക് യു ലോർഡ്. ആത്മാവിന്റെ നിത്യത തിരഞ്ഞെടുക്കാനാണ് ദൈവം നമുക്ക് തന്നത്. ജീസസ്. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ് എങ്കിൽ അതാ സ്ഥാനത്ത് പാടുന്നത്. എനിക്ക് ഈ വചനമൊക്കെ പഠിപ്പിക്കുമ്പോ പഴയ ഭക്തന്മാരെഴുതിയ പാട്ട് എന്റെ മനസ്സിൽ വരും. അവര് ചുമ്മാതെ ഇന്നത്തെ പോലെ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ച് വിടുകയല്ല. അന്നേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വണ്ണാരകമാതിൽ. അന്നേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വണ്ണാരകമാതിൽ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മരിച്ചു പോകാൻ സ്തോത്രം ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്, വി പ്രൈസ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ വേർപാട് നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാറുണ്ട്. യോബിന്റെ പുസ്തകം 14:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതിന്റെ മറുപടി ഉണ്ട്. സ്തോത്രം. ഇയ്യോബ് 19:26 ഭക്തനായ മനുഷ്യൻ പറയുകയാണ്,